ഞാൻ ഈ മന്ത്രിസഭാ ഉപസമിതിയോട് ഒരു ചോദ്യം ചോദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ എടുക്കാത്ത, വനം മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഉൾപ്പെടെ നിരവധി യോഗങ്ങൾ നടത്തി, അസംബ്ലിയിൽ ചോദ്യം ചോദിച്ചു, അസംബ്ലിയിൽ അടിയന്തര പ്രമേയം നടത്തി, അസംബ്ലിയിൽ സബ്മിഷനും കോളിംഗ് അറ്റൻഷനും നടത്തി, കത്ത് മുഖാന്തരം ഞങ്ങൾ പറയാത്ത, മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ ഞങ്ങൾ ആവശ്യപ്പെടാത്ത ഏത് കാര്യമാണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്? എന്തിനാ ചർച്ച? വയനാടിന് വേണ്ടത് ചർച്ചയല്ല, വയനാടിന് വേണ്ടത് എടുത്ത നടപടികളുടെ ഇംപ്ലിമെന്റേഷനാണ് വയനാട്ടിൽ വേണ്ടത്. മലയോര മേഖലയിൽ വേണ്ടത് ഈ ഇംപ്ലിമെന്റേഷനാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നതിന് പകരം ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ളതായിരിക്കുന്ന ചർച്ച ഒരു കാരണവശാലും വയനാട് ജില്ലയിലെ ജനം അംഗീകരിക്കില്ല. ബഹുമാനപ്പെട്ട വനം മന്ത്രിയെ വനം വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി മാറ്റണം. വയനാട് ജില്ലയുടെ ചുമതലയുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും ശരിയല്ല. അദ്ദേഹത്തെ ഉൾക്കൊണ്ടു പോകാൻ പറ്റില്ല. അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞത് ഞാൻ കാടിന്റെയും വന്യമൃഗത്തിന്റെ സംരക്ഷണത്തിന്റെയും മന്ത്രിയാണെന്നാണ്. ശരിയാണ്. കാടിന്റെ സംരക്ഷണവും വന്യമൃഗങ്ങളുടെ സംരക്ഷണവും കാട്ടിൽ മതി, അത് നാട്ടിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. നാട്ടിലേക്ക് ഇറങ്ങാം. വയനാടിന്റെ സാമൂഹ്യ ജീവിതക്രമത്തെ വന്യമൃഗ ആക്രമണം മലയോര മേഖലയെയും തകർത്തിട്ടുണ്ട്. ഗുരുതരമായ സാഹചര്യമാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം സമരാഗ്നിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാഥയിൽ ഞങ്ങൾ വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചതായ ആളുകളെ കുടുംബങ്ങളെ കണ്ടു. അതിൽ ഒരു ഭർത്താവ് മരിച്ച വിധവ വന്നുകൊണ്ട് പറഞ്ഞത്, കാലത്ത് ഞങ്ങൾ ചർച്ചിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന വഴിക്കാണ് ബൈക്കിൽ പോകുമ്പോൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഭർത്താവിനെ ആന കൊലപ്പെടുത്തിയത്. ചാലിക്കത്ത അജീഷ് കാട്ടാനയാക്രമണത്തിൽ കൊല ചെയ്യപ്പെടുന്നത് 2 തൊഴിലാളികളെ വിളിക്കാൻ പോയപ്പോഴാണ്. അദ്ദേഹം ഒരു ട്രാക്ടർ ഡ്രൈവറാണ്. അദ്ദേഹം പുല്ലരിയുന്ന ഒരു കർഷകനാണ്, യന്ത്രം ഉപയോഗിച്ച്. ഈ പോള് മരിക്കുന്നത് ഗൈഡിന്റെ പ്രവർത്തനം, വാഹനം തിരിച്ചുവിടുന്ന സമയത്താണ്. ലക്ഷ്മണൻ മരിക്കുന്നത് എസ്റ്റേറ്റിൽ ജോലി ചെയ്യുമ്പോഴാണ്. കുഞ്ഞവറാൻ മരിക്കുന്നത് കാലത്ത് എസ്റ്റേറ്റിലെ തൊഴിലാളിയായി തൊഴിൽ പോകുമ്പോഴാണ്. തങ്കച്ചൻ മരിക്കുന്നത് സ്വന്തം എസ്റ്റേറ്റിലാണ്. എങ്ങനെ വയനാട്ടിൽ സാമൂഹ്യ ജീവിതം നടക്കും? മനുഷ്യൻ ഏത് സമയത്തും ആക്രമിക്കപ്പെടുന്ന ഗുരുതര സാഹചര്യം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു മെഡിക്കൽ കോളേജ് ശ്രീ ഉമ്മൻചാണ്ടി തറക്കല്ലിട്ട് ഫണ്ട് വെച്ച് മുന്നോട്ട് പോയപ്പോ ആ മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് മാറ്റി ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മെഡിക്കൽ കോളേജാക്കി മാറ്റി. പോളിന്റെ മരണത്തിന്റെ 1-ാം പ്രതി സംസ്ഥാന സർക്കാരാണ്. കാരണം കാലത്ത് സംഭവിച്ചതായ ഈ ദുരന്തം, അദ്ദേഹം മരണത്തിന് കിടങ്ങുന്നത് വൈകുന്നേരമാണ്. മണിക്കൂറുകളാണ് എയർ ആംബുലൻസിന്റെ പേരിൽ, ചികിത്സയുടെ പേരിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെലവഴിച്ചത്. അത് ഒരു മനുഷ്യന്റെ ജീവനെ സംബന്ധിച്ച് ഗോൾഡൻ ഹവറാണ്. അയാളുടെ ജീവനെ സംബന്ധിച്ച് ഗോൾഡൻ ഹവറാണ്. ആ സമയം നഷ്ടപ്പെടുത്തിയത് ഗുരുതരമായ അസുഖം വന്നാൽ മുഴുവൻ രോഗികളെയും റഫർ ചെയ്യുന്ന ആശുപത്രിയാണ് വയനാട്ടിലെ മെഡിക്കൽ കോളേജ്. ആരാണ് അതിന്റെ പ്രതി? ആരാണ് അതിന്റെ ഉത്തരവാദി? ഞാൻ 3 വർഷമായി വനമന്ത്രിയുടെ പറയിൽ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി ഞാൻ നടക്കുകയാണ്. ഒരു കാര്യത്തിന്.
നിരവധി കാര്യം പറഞ്ഞു, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരൊറ്റ കാര്യത്തിന് ഞാൻ കത്ത് കൊടുത്തു. ഞാൻ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു, മന്ത്രിയുടെ നിരവധി യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു, ഈ കഴിഞ്ഞ തവണയും അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ഞാൻ ആവശ്യപ്പെട്ടു. ആ ആവശ്യം സ്വകാര്യ ആശുപത്രികളിലും പ്രീമിയർ ആശുപത്രികളിലും വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ടാകണം, അതിന്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ളതാണ്. ഈ മന്ത്രി ഇതുവരെ ഒരനക്കമനങ്ങിയില്ല.